ഹലോ വെൽക്കം ബാക്ക് ഐഷസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു കോംബോ മീലാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. ചിക്കൻ ടിക്ക മസാലയും വെജ് ഫ്രൈഡ് റൈസുമാണ്. അപ്പോൾ പൊതുവേ എല്ലാവരുടെയും മനസ്സിൽ ചിക്കൻ ടിക്ക മസാല എന്ന് കേൾക്കുമ്പം ഒത്തിരി ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണ്. പക്ഷേ അതിൻ്റെ പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുള്ള സംഭവങ്ങളാണ്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ടിക്ക മസാല റെസിപ്പിയാണ്. അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അവിടെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ഒന്ന് പ്രസ് ചെയ്യുക. അതിൻ്റെ കൂടെ ചെറിയൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതോടൊന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ കാണാം, ഇതിൽ ഓൾ വേണം പ്രസ് ചെയ്യാൻ. അപ്പോൾ ശരി, നമുക്ക് നേരെ റെസിപ്പിയിലോട്ട് പോകാം. അപ്പോൾ ചിക്കൻ ടിക്ക മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ചിക്കൻ്റെ എല്ലില്ലാത്ത പീസ് എടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഞാൻ ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ് വലിയ 2 പീസ്, അതായത് 500 ഗ്രാമിൻ്റെ ചിക്കൻ ബ്രസ്റ്റ് പീസ് എടുത്തിട്ട് ഇതുപോലെ ക്യൂബ്സ് ആയിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. നമ്മൾ ചിക്കൻ ടിക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ എങ്ങനെയാണോ നമ്മൾ ചിക്കൻ പീസസ് എടുക്കുന്നത് അതേപോലെയാണ് എടുക്കേണ്ടത്. പിന്നെ ഇത് ബോൺലെസ് ചിക്കൻ വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. പക്ഷേ ഇനിയിപ്പം എല്ലുള്ള പീസാണെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡിൽ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഈ റെസിപ്പി കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. എല്ലുള്ള പീസാണെങ്കിലും കുഴപ്പമില്ല, പക്ഷേ എല്ലില്ലാത്ത പീസ് വെച്ചിട്ടാണ് നമുക്ക് ചിക്കൻ ടിക്ക ഉണ്ടാക്കേണ്ടത് മെയിനായിട്ട് കേട്ടോ. അപ്പം ഇതുപോലെ 500 ഗ്രാമിൻ്റെ ചിക്കൻ ഇതുപോലെ കട്ട് ചെയ്തിട്ട് നന്നായിട്ട് കഴുകി വെള്ളമൊക്കെ ഡ്രെയിൻ ചെയ്തിട്ട് മാറ്റി വയ്ക്കുക. ഇനി നമുക്ക് ഇതിന് ഒരു മാരിനേഷൻ കൊടുക്കാനുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ ടിക്ക മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു ബൗൾ എടുത്തിട്ട് അതിലോട്ട് നമുക്ക് 1 ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡറും 1 ടീസ്പൂണ് ഗാർലിക് പൗഡർ വെളുത്തുള്ളി പൊടി, അതുപോലെ ഇഞ്ചിയുടെ പൊടി ജിഞ്ചർ പൗഡർ ഒരു 1/2 ടീസ്പൂണും ആവശ്യത്തിനുള്ള ഉപ്പ് 1 ടേബിൾ സ്പൂണ് ചെറുനാരങ്ങയുടെ നീര് ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്താലും മതി കേട്ടോ, അതിൻ്റെ പൗഡർ ഇല്ലയെന്നാണെങ്കിൽ. എന്നിട്ട് നമ്മൾ നന്നായിട്ട് കഴുകിയെടുത്ത് വെള്ളമൊക്കെ ഡ്രെയിൻ ചെയ്തെടുത്തിട്ടുള്ള ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ് ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തത് ഇതിലോട്ട് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ ഒരു ഇങ്ങനെ ചിക്കൻ മാരിനേറ്റ് ചെയ്തത് ഒരു 5 മിനിറ്റോളം ഫ്രീസറിൽ വെക്കുക. കുറച്ച് നേരം വെച്ചാൽ മതി, ഫ്രീസറിലാവുമ്പോൾ കുറച്ച് നേരം വെച്ചാൽ മതി കേട്ടോ. അപ്പോഴേക്കും നമുക്ക് അടുത്ത മാരിനേഷൻ റെഡിയാക്കി എടുക്കുക. അതിനായിട്ടൊരു പാന് ചൂടാക്കിയിട്ട് അതിലോട്ടൊരു 3 ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ ഓയിൽ നിർബന്ധം കേട്ടോ, അങ്ങനെ തന്നെ ചെയ്യണം. എന്നിട്ട് നല്ലോണം ഓയിൽ ചൂടാക്കിയെടുക്കുക. അങ്ങനെ പുകഞ്ഞ് വരുന്നൊരു സ്റ്റേജിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ടാണ് ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷമാണ് ഈ പൊടികളൊക്കെ വീണ്ടും ചേർത്ത് കൊടുക്കുന്നത്. 1 ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂണ് ഗരം മസാലപ്പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂണോളം ചെറിയ ജീരകത്തിൻ്റെ പൊടി. അത് മാറണം കേട്ടോ, ചെറിയ ജീരകമാണ് വേണ്ടത്. പിന്നെ കസൂരി മേത്തി അതൊരു ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുക. അത് നല്ലൊരു ഫ്ലേവർ ആയിരിക്കും നമ്മുടെ ചിക്കൻ ടിക്കയൊക്കെ കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതെല്ലാം കൂടി മിക്സ് ചെയ്തെടുത്തിട്ട് ഇതിൻ്റെ കളർ കണ്ടോ, നല്ല ഡാർക്ക് കളറിലാണ് വന്നിട്ടുള്ളത്. അത് നമ്മുടെ ഈ ചിക്കൻ്റെ മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കുക. ആ ഓയിലോട് കൂട്ടിയിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ നമുക്ക് ചിക്കൻ ടിക്കയുടെ ഒരു ശരിക്കുള്ളൊരു ഫ്ലേവർ ഉണ്ട് വരും ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ. അപ്പം ഓയിൽ ചൂടാക്കിയിട്ട് തന്നെ ഇതുപോലെ ചെയ്തെടുക്കുക. ഓയിലോട്ട് നേരെ നമ്മൾ മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കരുത്. ചൂടാക്കിയിട്ട് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച ശേഷം ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ട് വേണം ഇത് ചെയ്തെടുക്കാൻ കേട്ടോ. ഇനി ഈ മാരിനേഷനിലോട്ട് തന്നെ നമുക്കൊരു 2 ടേബിൾ സ്പൂണോളം അല്ലെങ്കിൽ ഒരു 1/4 കപ്പ് തൈര്, അധികം പുളിയില്ലാത്ത നല്ല കട്ടിയുള്ള തൈര് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മുടെ ചിക്കൻ ടിക്കയിലോട്ടുള്ള മാരിനേഷൻ കേട്ടോ. അപ്പോൾ നമ്മൾ 5 മിനിറ്റ് മാത്രമേ ഫ്രീസറിൽ ഫസ്റ്റത്തെ മാരിനേഷൻ ചെയ്തിട്ട് വെച്ചിട്ടുള്ളൂ. അപ്പോഴേക്കും ഇത് ചെയ്തെടുത്തു. ഇനി ഇതൊരു 10-15 മിനിറ്റ് അങ്ങനെ മാരിനേറ്റ് ചെയ്ത് വെക്കുന്നത് വളരെ നല്ലതാണ്. ചിക്കൻ ടിക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ നന്നായിട്ട് മസാല പിടിക്കണ്ടേ. അപ്പോൾ അങ്ങനെ ഒരു 15 മിനിറ്റെങ്കിലും ഫ്രീസറിലോ ഫ്രിഡ്ജിൽ താഴെ എവിടെയും വെക്കുക കേട്ടോ. ഇനി നമുക്കിതിലോട്ടുള്ള മസാല റെഡിയാക്കണ്ടേ, ചിക്കൻ ടിക്ക മസാല എല്ലാം ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ടൊരു പാന് ചൂടാക്കിയിട്ട് അതിലോട്ട് ബട്ടർ കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചെറിയൊരു പീസ് ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബട്ടർ ഇല്ലയെന്നാണെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾ ഓയിൽ എടുക്കുക. ഫ്ലേവർ ഇല്ലാത്ത ഓയിൽ എടുക്കണം കേട്ടോ. വെളിച്ചെണ്ണ ആകുമ്പോഴേ അതിൻ്റെ ഒരു മണം ടേസ്റ്റൊക്കെ വരും. ശരിക്കും ബട്ടർ തന്നെയാണ് മെയിനായിട്ട് വേണ്ടത്. ഇനിയിപ്പോൾ ബട്ടർ ഇല്ലയെന്നാണെങ്കിൽ ഇത് ഉണ്ടാക്കാണ്ടിരിക്കേണ്ട, ഓയിൽ എടുത്താൽ മതി. എന്നിട്ട് ഞാൻ 2 ഒരു മീഡിയം സൈസ് സവോള എടുത്തിട്ടുണ്ട്. കനം കുറച്ചിട്ട് അരിയണമെന്നില്ല, സ്ലൈസ് ചെയ്തിട്ട് എടുക്കുക. പിന്നെ ഒരു 6-7 വെളുത്തുള്ളി, കുറച്ച് വലിയ വെളുത്തുള്ളിയാണ്, അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഒന്നുകൊണ്ട് സോഫ്റ്റായിട്ട് വന്നോട്ടെ. പിന്നെ ഒരു 15 അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ഒരുമിച്ചാണ് വഴറ്റിയെടുക്കുന്നത് കേട്ടോ. ഇതെല്ലാം കൂടി ഒരുമിച്ച് കിടന്നിട്ട് ഒന്നുകൂടെ സോഫ്റ്റായിട്ട് വന്നോട്ടെ. നമ്മളിത് പേസ്റ്റാക്കി എടുക്കാനുള്ളതാണ്. അപ്പോൾ ഇതൊന്ന് വഴറ്റിയെടുത്തിട്ട് ഒന്ന് സോഫ്റ്റായിട്ട് വരണം. ആ സവോളയുടെ പച്ച മണമൊക്കെ ഒന്ന് മാറണം. അപ്പോൾ അത് നന്നായിട്ട് കുക്കായിട്ടുണ്ട്. നമ്മൾ കുറച്ച് മാത്രം ബട്ടർ എടുത്തിട്ടുള്ളൂ കേട്ടോ. ബട്ടറിലാണ് ഇത് വഴറ്റിയെടുത്തിട്ടുള്ളത്. ഇനി ബ്ലെൻഡറിൻ്റെ ചെറിയ ജാറിലിട്ട് കൊടുക്കുക. ചൂടാറിയ ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം പേസ്റ്റാക്കിയിട്ട് അരച്ചെടുക്കണം. ഇനി ആ സെയിം പാനിലോട്ട് തന്നെ ഇട്ടിട്ടാണ് നമ്മൾ നമ്മുടെ ചിക്കൻ ടിക്ക റെഡിയാക്കുന്നത് കേട്ടോ.
അപ്പോൾ അതാ ചിക്കൻ ടിക്ക ഞാൻ എണ്ണ ഒന്നും ചേർത്തിട്ടില്ല. എന്താ കാരണം നിങ്ങൾക്ക് അറിയുണ്ടാവും, ഞാൻ മാരിനേഷനിൽ നമ്മൾ എണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് പാന് ചൂടാക്കിയിട്ട് നേരെ ഇത് ഇട്ട് കൊടുത്താൽ മതി. ശരിക്കും നമ്മൾ ചിക്കൻ ടിക്ക ഉണ്ടാക്കേണ്ടത് ഇങ്ങനെയല്ല. നമ്മൾ സ്ക്യൂവറിൽ ഈ ചിക്കൻ മാരിനേറ്റ് ചെയ്തത് കുത്തിയെടുത്ത ശേഷം അത് ഫ്രൈങ് പാനിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്യുമോ അല്ലെങ്കിൽ ഗ്രിൽ ചെയ്യുകയാണ് കേട്ടോ വേണ്ടത്. ഇത് നമ്മൾ നേരത്തെ സവോള, വെളുത്തുള്ളി, അണ്ടിപ്പരിപ്പ് എല്ലാം കൂടി വഴറ്റിയെടുത്തില്ലേ, അത് പേസ്റ്റ് ആക്കിയതാണ് കേട്ടോ. അതവിടെ മാറ്റി വയ്ക്കുക. അപ്പോൾ ഇതാണ് കുറച്ചുകൂടെ സിംപ്ലസ്റ്റ് ആയതും ഹെൽത്തി ആയിട്ടുള്ളതുമായിട്ടുള്ള ചിക്കൻ ടിക്ക മസാല റെസിപ്പി. പക്ഷേ ഇങ്ങനെ ഉണ്ടാക്കി നോക്കൂ, കിടിലൻ ടേസ്റ്റാണ്. നമുക്ക് അത്രയുണ്ട് ഡിഫറൻസ് ഒന്നും വരില്ല. ശരിക്കുള്ളതും ഇതും തമ്മിലുള്ള അത്ര ഡിഫറൻസ് ഒന്നും പറയാനില്ല. അപ്പോൾ നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാൻ. കാരണം ഈ വെള്ളം മൊത്തം വറ്റിയിട്ട് ഇതൊന്ന് ഡ്രൈ ആയിട്ട് വരണം കേട്ടോ. പിന്നെ ഇതുപോലെ ചാർക്കോൾ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ഇത് പുകച്ച ശേഷം നമ്മളിത് കുക്കാക്കിയ ശേഷം ഒരു സ്റ്റീലിൻ്റെ പാത്രത്തിൽ ഇതിട്ടിട്ട് അതിൽ ഓയിൽ ഒഴിച്ച് വെച്ചിട്ട് പുകയ്ക്കുന്നത് നല്ലതാണ്, ആ ഒരു നല്ല ഫ്ലേവർ കിട്ടാൻ. പക്ഷേ അങ്ങനത്തെ റെസിപ്പീസൊന്നും ഇവിടെ ഇക്കാക്ക് കൊടുക്കാൻ പറ്റില്ല. അത് അവോയ്ഡ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അത്ര ഹെൽത്തി അല്ല അങ്ങനെ കഴിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇപ്പം ഇത് ചേർക്കുന്നില്ല കേട്ടോ. ഇത് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് കഴിക്കാൻ പറ്റില്ല, ഇക്കാക്കും കഴിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ താല്പര്യമുണ്ടെങ്കിൽ, ആ പുകഞ്ഞ ഒരു ഫ്ലേവർ ആവശ്യമുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കുക. ഇതുപോലെ നല്ലോണം ഡ്രൈ ആയ ശേഷമാണ് അങ്ങനെ ചെയ്യേണ്ടത് കേട്ടോ. ലാസ്റ്റ് സ്റ്റേജിലാണ്. അപ്പോൾ നമ്മൾ നന്നായിട്ട് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ലോണം ആ ഒരു വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ചിക്കനൊക്കെ ഇപ്പോൾ നല്ല ഫ്ലേവർഫുൾ ആയിട്ടുണ്ടാവും കേട്ടോ ഇങ്ങനെ ആകുമ്പോൾ. ഇത് നേരെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ അതിൻ്റെ ആ ഒരു ടേസ്റ്റിനേക്കാളും ഈ ഒരു ടേസ്റ്റ് ഭയങ്കരമാണ്. അപ്പോൾ ഞാനതൊരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റേജിലാണ് ആ പ്ലേറ്റിൽ വെച്ചിട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പം ഈ സെയിം ഓയിൽ, ഇപ്പോൾ നമ്മൾ ഈ ചിക്കൻ ടിക്ക ഉണ്ടാക്കാൻ വേണ്ടി എടുത്തുള്ള ആ ഓയിൽ തന്നെയാണ് ഞാൻ അതിൻ്റെ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്. വേറെ ഓയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം, പക്ഷെ നമ്മൾ ഒരുപാട് ഓയിലി ആക്കണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഓയിൽ തന്നെയാണ് ഞാൻ മസാല റെഡിയാക്കുന്നത്. അപ്പോൾ ആ ഓയിൽ എടുത്തിട്ട് ഇതുപോലെ പാനിലോട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതിലോട്ട് ഒരു 5 ഏലക്കയും കുറച്ച് ഗ്രാമ്പും കൂടി ചേർത്തിട്ട് ഒന്നുകൊണ്ട് വഴറ്റിയെടുക്കുക, നല്ലൊരു മണം കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം ഒരു 4 പച്ചമുളക് കീറി ഇട്ട് കൊടുക്കുക, ഒന്ന് ചെറുതായിട്ട് വഴറ്റിയെടുക്കുക. അതിന് ശേഷമാണ് നമ്മൾ നേരത്തെ സവോള, അണ്ടിപ്പരിപ്പ്, വെളുത്തുള്ളി ഒന്ന് വഴറ്റിയെടുത്തില്ലേ, പേസ്റ്റ് ആക്കിയെടുത്തില്ലേ, അത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഇതിലോട്ട് നമുക്ക് ഒരു 2 വലിയ തക്കാളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നല്ല പഴുത്ത 2 വലിയ തക്കാളി നല്ലോണം പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. വെള്ളമൊന്നും ചേർക്കാണ്ട് അരച്ചെടുക്കുക, അത് ചേർത്ത് കൊടുക്കുക. അരച്ചിട്ടാണ് ചേർക്കണം കേട്ടോ, നേരെ ഇട്ട് കൊടുക്കരുത്. ഇതിപ്പോൾ നല്ലൊരു ലൈറ്റ് കളറല്ല വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ തക്കാളി അരക്കുന്ന സമയത്ത് അതിലോട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ മുളകും പൊടി ചേർത്തിട്ട് അരച്ചെടുക്കുക. അപ്പോൾ നല്ല റെഡ് കളറിൽ വരും. അല്ലെങ്കിൽ റെഡ് ഫുഡ് കളർ ചേർത്ത് കൊടുക്കുക. അതും അല്ലെങ്കിൽ ഇതുപോലെ 1 ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ ഇതിലോട്ട് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മളിപ്പോൾ മൊത്തത്തിൽ ഒരു 3 ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ ചേർത്തിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ കളർ കുറച്ച് കഴിഞ്ഞിട്ട് വന്നോളൂ കേട്ടോ. എണ്ണയൊക്കെ തെളിയുന്ന സമയത്ത് നല്ലോണം കളർ വന്നോളും. അപ്പോൾ നിങ്ങൾക്ക് നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ ചിക്കൻ ടിക്ക മസാല ഒക്കെ വാങ്ങിക്കുമ്പോൾ ഭയങ്കര റെഡ് കളറിലായിരിക്കും വരുന്നത്. അത് കളർ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അങ്ങനെ വേണമെങ്കിൽ, ഞാനതൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ ഞാൻ കുറച്ചുകൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ ആ ഒരു മസാലയുടെ കളറൊന്ന് മാറിയിട്ടുണ്ട്, നല്ലൊരു ഡാർക്കിൽ വരുന്നുണ്ട്. ഇതിനേക്കാളും ഡാർക്കാട്ടോ, നമ്മൾ ക്യാമറയിൽ കാണുന്ന പോലെയല്ല. അപ്പോൾ നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കുക, മസാലയോട് കൂടിയിട്ട് തന്നെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ചിക്കൻ ടിക്ക മസാല ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫൈനൽ ഇതിലോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നല്ലോണം മിക്സ് ചെയ്യുക. ഇനി ചിക്കനും ഈ മസാലയും എല്ലാം കൂടി നന്നായിട്ട് കമ്പൈനായിട്ട് വരട്ടെ. അപ്പോൾ അതൊക്കെ കണ്ടോ, നമ്മുടെ ആ ഒരു ചിക്കൻ ടിക്ക മസാലയുടെ കളർ കണ്ടോ, നല്ലൊരു കളറിൽ വന്നിട്ടുണ്ട്. നമ്മുടെ റെഡ് ഫുഡ് കളറും കൂടി ചേർത്താൽ പെർഫെക്റ്റ് ആയിട്ട് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ തന്നെ വരും. പിന്നെ കുറച്ച് കസൂരി മേത്തിയും അതുപോലെ മല്ലിയില ചെറുതായിട്ട് ചോപ്പ് ചെയ്തും കൂടി ചേർത്ത് കൊടുക്കുക. ഇതും നമ്മുടെ ബട്ടർ ചിക്കനും കൂടി കാണുമ്പം ഏകദേശം ഒരേ ലുക്കാണെങ്കിൽ പോലും ടേസ്റ്റിൽ ഭയങ്കര ഡിഫറൻസ് ആട്ടോ, ഭയങ്കര ഡിഫറെൻ്റ് ആണ്. എന്താ പറയുക, മെത്തേഡും നമ്മൾ ഉണ്ടാക്കുന്ന മെത്തേഡൊക്കെ ഡിഫറെൻ്റ് അല്ലേ. അപ്പോൾ നമ്മുടെ ചിക്കൻ ടിക്ക മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഇങ്ങനെ തന്നെ സെർവ് ചെയ്യാം നിങ്ങൾക്ക് വേണമെങ്കിൽ, അല്ലെങ്കിൽ കുറച്ച് ഫ്രഷ് ക്രീം മുകളിൽ ഒഴിച്ചിട്ട് സെർവ് ചെയ്യുക. അപ്പോൾ കളർ ഇങ്ങനെ മാറി വരുന്നുണ്ടോ, നല്ലോണം കുക്കാവണം കേട്ടോ. അപ്പോൾ ഞാനിതാ അൽമറൈൻ്റെ ഫ്രഷ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. ഒരു ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുള്ളൂ, ഒരുപാടൊന്നും ചേർക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഇത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ചേർക്കാം, ഇല്ലെങ്കിലും കുഴപ്പമില്ല. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ചിക്കൻ ടിക്ക മസാല എന്ന് പറയുമ്പം കുറച്ചൊരു പുളിയുള്ള ഒരു ഗ്രേവി തന്നെയാണ്. പുളിപ്പും അതുപോലെ കുറച്ച് എരിവും ഒക്കെ കൂടിയുള്ള ഒരു ഗ്രേവിയാണ്. നല്ല ടേസ്റ്റാട്ടോ കഴിക്കാൻ. അപ്പോൾ അതെല്ലാം കൂടി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്.
പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ചാർക്കോളിൻ്റെ ഒരു സ്മോക്കിംഗ് കൂടി ഉണ്ടെങ്കിൽ അത് പെർഫെക്റ്റ് ആവും. അപ്പോൾ വേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം. ഇനി നമുക്ക് ഇതിലോട്ടുള്ള ഫ്രൈഡ് റൈസ് റെഡിയാക്കാം. അതിനായിട്ട് പാന് ചൂടാക്കിയിട്ടുണ്ട്. പിന്നെ ക്യാരറ്റ്, ബീൻസ്, മഷ്റൂം, ക്യാബേജ്, അതുപോലെ സ്പ്രിംഗ് ഓണിയൻ ഇതൊക്കെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ സ്പ്രിംഗ് ഓണിയൻ ഞാൻ കുറച്ചെടുത്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ലാസ്റ്റ് ഇട്ട് കൊടുക്കാൻ. ബാക്കി എല്ലാതും ഒരുമിച്ചിട്ട് കൊടുക്കാൻ കേട്ടോ. അപ്പം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ വെജിറ്റബിൾസ് എല്ലാം കൂടി ഒന്നുകൊണ്ട് വഴറ്റിയെടുക്കുക. അത് കുറച്ച് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ഞാൻ ഓരോന്നോരോന്നും വഴറ്റിയെടുക്കുന്നില്ല, സ്പെഷ്യൽ ചേരുവകളൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. ഒരു 2 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് ബാക്കി എല്ലാതും ചേർത്ത് കൊടുക്കാം. മഷ്റൂമൊക്കെ നമ്മളിതുപോലെ അടച്ച് വെച്ചിട്ട് വേവിക്കുമ്പോൾ പെട്ടെന്ന് കുക്കാവും കേട്ടോ. പിന്നെ സോയ സോസ് ഒഴിച്ച് കൊടുക്കുക. അതുപോലെ കുരുമുളക് പൊടി അതൊക്കെ നമുക്ക് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഉപ്പും ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ മുമ്പ് ഷെയർ ചെയ്തിട്ടുണ്ട്. ഒരുപാട് തവണ നമ്മൾ വെജ് ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പി ഷെയർ ചെയ്തിട്ടുണ്ട്. മഷ്റൂം ഇട്ടിട്ട് ഞാനിപ്പോൾ ഇത് ആദ്യമായിട്ട് കേട്ടോ ഷെയർ ചെയ്യുന്നത്. മഷ്റൂം നല്ല ടേസ്റ്റാണ്. ചിക്കന് വേണമെന്നൊന്നുമില്ല, ഇതുപോലെ മഷ്റൂം ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് നമ്മുടെ ഫ്രൈഡ് റൈസിന്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത ശേഷം നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ചോറിട്ട് കൊടുക്കുക. ചോറ് വേവിക്കുന്നതൊക്കെ ഞാൻ മുമ്പും കുറേ തവണ പറഞ്ഞിട്ടുണ്ട്. കുറച്ച് സോയ സോസ് മുകളിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ തട്ടി കൊടുക്കുക. ഇങ്ങനെ നമ്മളിങ്ങനെ കയ്യിലിട്ടിട്ട് ഇളക്കുമ്പോഴേ ചിലപ്പം ചോറ് പൊട്ടിപ്പോവും. അപ്പോൾ അതുകൊണ്ടാണ് വല്ലാണ്ട് കയ്യിലിട്ട് ഇളക്കാണ്ട് ഇങ്ങനെ തട്ടി കൊടുക്കാൻ പറയുന്നത്. പിന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് റൈസ് സെല്ല ബസ്മതി റൈസ് ആട്ടോ. അപ്പോൾ നല്ല രസമാണ് സെല്ല ബസ്മതി റൈസ് വെച്ചിട്ട് നമ്മൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോൾ, അതായത് മന്തിയുടെ റൈസ് വെച്ചിട്ടാണ് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ കുറച്ച് സ്പ്രിംഗ് ഓണിയൻ ലാസ്റ്റ് വയ്ക്കാൻ മാറ്റി വെച്ചില്ലായിരുന്നു, അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ തട്ടി കൊടുക്കുക. ചോറൊക്കെ നന്നായിട്ട് വെന്തിട്ട് വേണം അതിലോട്ട് ഇട്ട് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ നമ്മുടെ ഫ്രൈഡ് റൈസും അതുപോലെ ചിക്കൻ ടിക്ക മസാലയും റെഡി ആയിട്ടുണ്ട്. ഫ്രൈഡ് റൈസിൻ്റെ ഡീറ്റെയിൽ റെസിപ്പി ഞാൻ വേണമെങ്കിൽ പിന്ന് കമൻറ്റായിട്ട് കൊടുക്കാം കേട്ടോ. അതിൽ ഡീറ്റെയിൽ ആയിട്ട് ചോറ് വേവിക്കുന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ പിന്നെ എല്ലാ തവണയും ഫ്രൈഡ് റൈസ് ഇങ്ങനെ കാണിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നമ്മുടെ വെജ് ഫ്രൈഡ് റൈസും ചിക്കൻ ടിക്ക മസാലയും രണ്ടും ഭയങ്കര കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കോമ്പിനേഷൻ തന്നെ ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ചിക്കൻ ടിക്ക മസാല എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. പൊതുവേ ചിക്കൻ ടിക്ക മസാലയുടെ റെസിപ്പി എന്ന് പറയുമ്പം കുറേ പ്രിപ്പറേഷൻസ് ഉണ്ടാവും. അതിൽ കുറേ മസാലകൾ റെഡിയാക്കാനുണ്ടാവും, ഗ്രില്ല് ചെയ്യാനും ചാർക്കോളാക്കാനും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അത് കുറച്ച് സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. പിന്നെ ടേസ്റ്റിൽ ഞാൻ പറഞ്ഞല്ലോ, ഒരു ടേസ്റ്റിലൊരു വ്യത്യാസവും വരുന്നില്ല. ആ ഒരു പുകഞ്ഞൊരു മണം ഉണ്ടാവില്ല, ബാക്കിയൊക്കെ സെയിം ടേസ്റ്റ് തന്നെ വരുന്നത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യുക, എന്നിട്ട് എനിക്ക് ഫീഡ്ബാക്ക്സ് എഴുതി അറിയിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് വ്ളോഗുമായിട്ടൊക്കെ വരുന്നവരേക്കും ബൈ. താങ്ക്